നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് 88 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. പ്ലാസ്റ്റിക് ബാഗ് നിർമ്മാണ കമ്പനി അടച്ചുപൂട്ടി. മൂവാറ്റുപുഴ നഗരസഭ. ഉടവക്കുരി ഭാഗത്ത് അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന കമ്പനിയാണ് അടച്ചുപൂട്ടിയത്. 33 ടണ്ണോളം നിരോധിത ഉൽപ്പന്നങ്ങളും അസംസ്കൃത വസ്തുക്കളും കണ്ടെടുത്തു. പായിപ്പട പഞ്ചായത്ത് 10ാം വാർഡിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്ന ആവശ്യം ശക്തം. ജനപ്രതിനിധി ഉൾപ്പെടെ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ കണ്ടു പരിഹാരം ഉണ്ടാക്കുമെന്ന് അധികൃതർ. 75ന്റെ നിറവിൽ മൂവാറ്റുപുഴ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി. കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിൽ ചികിത്സയും സേവനവും ലഭ്യമാക്കി ആശുപത്രി ജനപ്രിയമാകുന്നു. മൂവാറ്റുപുഴ രാജ്യാന്തര ചലച്ചിത്രമേള ബുധനാഴ്ച സമാപിക്കും. 4 ദിവസങ്ങളിലായി 16 സിനിമകൾ പ്രദർശിപ്പിച്ചു. സമാപന സമ്മേളനം ചലച്ചിത്ര സംവിധായകൻ സനോജ് വിയസ് ഉദ്ഘാടനം ചെയ്യും. പൈനാപ്പിൾ തോട്ടത്തിൽ കാട്ടുപൂച്ചകളെ കണ്ടെത്തി. കാട്ടുപൂച്ച കുഞ്ഞുങ്ങളെ കണ്ടെത്തിയത് കദലക്കാട് തെക്കുംമലയിൽ. അടുക്കള വനപാലകരെത്തി ഏറ്റെടുത്തു. സുന്നി യുവജന ഫെഡറേഷൻ മേഖലാ സഭ സംഘടിപ്പിച്ചു. അബൂബക്കർ വഹബി ഉദ്ഘാടനം ചെയ്തു. പുതിയ ഭാരവാഹികളെയും ചടങ്ങിൽ തെരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. ഒടവക്കുടി ഭാഗത്ത് അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന പ്ലാസ്റ്റിക് ബാഗ് നിർമ്മാണ കമ്പനി നഗരസഭ അടച്ചുപൂട്ടി സീൽ ചെയ്തു. നഗരസഭ ആരോഗ്യ വിഭാഗം എൻഫോഴ്സ്മെന്റാണ് നടപടി സ്വീകരിച്ചത്. സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ 33 ടണ്ണോളം നിരോധിത ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും അസംസ്കൃത വസ്തുക്കളും സൂക്ഷിച്ചതായി കണ്ടെത്തി. തുടർന്ന് നഗരസഭാ സെക്രട്ടറിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപനം അടച്ചുപൂട്ടുകയായിരുന്നു. നഗരസഭാ ലൈസൻസ് റദ്ദു ചെയ്യുന്നതിനും നിയമാനുസൃത പിഴ ഈടാക്കി നിരോധിത പ്ലാസ്റ്റിക് കണ്ടുകെട്ടുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായും സെക്രട്ടറി അറിയിച്ചു. പായിപ്പട പഞ്ചായത്ത് 10ാം വാർഡിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജനപ്രതിനിധി ഉൾപ്പെടെയുള്ള സംഘം വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ കണ്ടു. സംഘം വാർഡിലെ കുടിവെള്ളക്ഷാമത്തെക്കുറിച്ച് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ബോധ്യപ്പെടുത്തുകയും എത്രയും വേഗം പരിഹാരമുണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമുണ്ടാകുമെന്ന് എഞ്ചിനീയർ ജനപ്രതിനിധികൾക്ക് ഉറപ്പു നൽകി. 10ാം വാർഡ് മെമ്പർ സുജാത ജോൺ, മണ്ഡലം പ്രസിഡന്റ് എം അബൂബക്കർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്യൂസ് വർക്കി, മുളുവൂരിലെ പ്രഥമ മണ്ഡലം പ്രസിഡന്റായിരുന്ന KM പരീദ്, വാർഡ് പ്രസിഡന്റ് ഫ്രാൻസിസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ സന്ദർശിച്ചത്. 75ന്റെ നിറവിൽ മൂവാറ്റുപുഴ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി. കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിൽ ചികിത്സയും സേവനങ്ങളും ലഭ്യമാക്കിയാണ് ആശുപത്രി ജനപ്രിയമാകുന്നത്. നിരവധി പേർക്ക് ആയുർ സൗഖ്യം പകർന്നു നൽകിയ മൂവാറ്റുപുഴ ആയുർവേദ ആശുപത്രി 75ാം വാർഷികാഘോഷ നിറവിൽ. പഞ്ചകർമ്മ ചികിത്സയും ആയുഷ്ഗ്രാം സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലൂടെ ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ ചികിത്സയും യോഗ പരിശീലനവും ഉൾപ്പെടെ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിലുള്ള ചികിത്സയും സേവനവും ലഭ്യമാക്കുന്നതാണ് ഇപ്പോൾ ആയുർവേദ ആശുപത്രിയെ ജനപ്രിയമാക്കുന്നത്. ഈ ഹോസ്പിറ്റൽ, ഈ ഓഫീസ് സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 1950-ൽ വെള്ളൂർക്കുന്നത്ത് വാടക കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ച ആശുപത്രി 1991-ൽ MC റോഡിലെ വാഴപ്പള്ളി പുളിഞ്ചോട് കവലയ്ക്ക് സമീപം സ്വന്തം കെട്ടിടത്തിലേക്ക് മാറി പ്രവർത്തനം ആരംഭിച്ചു. ദിനംപ്രതി നിരവധി രോഗികളാണ് ചികിത്സ തേടി ഇവിടെ എത്തുന്നത്. സാധാരണക്കാരായ ജനങ്ങൾക്ക് ആയുർവേദ ചികിത്സ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആശുപത്രി പ്രവർത്തിച്ചു വരുന്നതെന്ന് ചീഫ് മെഡിക്കൽ ഓഫീസർ ശ്രീജ R പറഞ്ഞു. ശാസ്ത്രീയവും സുസജ്ജവുമായി സജ്ജീകരിച്ചിരിക്കുന്ന പഞ്ചകർമ്മ തിയേറ്ററുകൾ ഈ സ്ഥാപനത്തിലുണ്ട്. ഏറെ ചിലവേറിയ ആയുർവേദ ചികിത്സാരീതികൾ സാധാരണക്കാരിലേക്കും എത്തിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദേശീയ ആയുഷ് മിഷന്റെ കീഴിലുള്ള ആയുഷ്ഗ്രാമം പദ്ധതി ഈ സ്ഥാപനത്തിൽ ഭാഗഭാക്കാണ്. ജീവിതശൈലി രോഗങ്ങളെ തടയൽ, പകർച്ചവ്യാധി പ്രതിരോധം, അതുപോലെ തന്നെ യോഗ ഓരോ ജനത്തിനും പരിചയപ്പെടുത്തുക, ആയുഷ് രീതിയിലുള്ള ഭക്ഷണവും വിഹാരവും ആളുകളിലേക്ക് എത്തിക്കുക എന്നിങ്ങനെയുള്ള ലക്ഷ്യത്തോടു കൂടി ഈ ആശ്രാമം പദ്ധതിയും ഏറെ നന്നായി ഈ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിദഗ്ധരായ 3 ഡോക്ടർമാരും 2 തെറാപ്പിസ്റ്റുകളും ഉൾപ്പെടെ 10ഓളം ജീവനക്കാർ ആശുപത്രിയിൽ സേവനമനുഷ്ഠിക്കുന്നുണ്ട്. ജനറൽ വാർഡിൽ 10 പേരെ കിടത്തി ചികിത്സിക്കാനും സൗകര്യമുണ്ട്. ഇതിനു പുറമെ പേ വാർഡ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. കിടപ്പ് രോഗികൾക്ക് 3 നേരവും സൗജന്യമായി ഭക്ഷണവും നൽകുന്നു. ആവശ്യമുള്ള രോഗികൾക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പഞ്ചകർമ്മ ചികിത്സാ സൗകര്യവും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. വൻതുക ചെലവ് വരുന്ന പഞ്ചകർമ്മ ചികിത്സയ്ക്ക് ഇവിടെ ചെറിയ നിരക്ക് മാത്രമാണ് ഈടാക്കുന്നത്. ആശുപത്രി പരിസരത്ത് ഔഷധസസ്യ ഉദ്യാനവുമുണ്ട്. നഗരസഭാ വാർഡുകളിലും ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിലും യോഗ ക്ലബ്ബുകൾ രൂപീകരിച്ച് ആശുപത്രിയുടെ സേവനം കൂടുതൽ ജനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കി വരികയാണ്. മൂവാറ്റുപുഴ രാജ്യാന്തര ചലച്ചിത്രമേള ബുധനാഴ്ച സമാപിക്കും. 4 ദിവസങ്ങളിലായി 16 സിനിമകൾ മേളയുടെ ഭാഗമായി പ്രദർശിപ്പിച്ചു. സമാപന സമ്മേളനം ചലച്ചിത്ര സംവിധായകൻ സനോജ് വിയസ് ഉദ്ഘാടനം ചെയ്യും. 15ാമത് മൂവാറ്റുപുഴ രാജ്യാന്തര ചലച്ചിത്രമേള ബുധനാഴ്ച സമാപിക്കും. മൂവാറ്റുപുഴ ലത തിയേറ്ററിൽ മാർച്ച് 1 മുതൽ 5 വരെയാണ് ചലച്ചിത്രമേള സംഘടിപ്പിച്ചിരിക്കുന്നത്.
4 ദിവസങ്ങളിലായി 16ഓളം സിനിമകൾ മേളയുടെ ഭാഗമായി പ്രദർശിപ്പിച്ചു. സമാപന ദിവസമായ ബുധനാഴ്ച രാവിലെ 9-ന് ഹിന്ദി സിനിമ ബോഡി, 12-ന് മലയാളം സിനിമ തടവ്, 2-ന് മലയാള സിനിമ അരിക് എന്നിവ പ്രദർശിപ്പിക്കും. തുടർന്ന് ചേരുന്ന സമാപന സമ്മേളനം ചലച്ചിത്ര സംവിധായകൻ സനോജ് VS ഉദ്ഘാടനം ചെയ്യുമെന്ന് ഫെസ്റ്റിവൽ ഡയറക്ടർ പ്രകാശ് ശ്രീധർ, ഫിലിം സൊസൈറ്റി ജനറൽ സെക്രട്ടറി D പ്രേംനാഥ് എന്നിവർ പറഞ്ഞു. മൂവാറ്റുപുഴ ഫിലിം സൊസൈറ്റിയുടെ 15ാമത് മൂവാറ്റുപുഴ രാജ്യാന്തര ചലച്ചിത്രോത്സവം മാർച്ച് 1 മുതൽ 5 തീയതികളിലായി നടന്നു വരികയാണ്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇന്ത്യയിലും മലയാളത്തിലും ഇന്ത്യയിലും വിദേശങ്ങളിലുമായിട്ടുള്ള ഏകദേശം 17ഓളം ചിത്രങ്ങളാണ് ഈ 5 ദിവസങ്ങളിലായിട്ട് ഇവിടെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ ആണ് ഈ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിക്കൊണ്ട് വിവിധ സെക്ഷനുകളിൽ പങ്കെടുത്തിരിക്കുന്നത്. ആദ്യ ഉദ്ഘാടന ചിത്രം തന്നെ ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഈ വർഷത്തെ കേരളത്തിലെ രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിൽ 5 അവാർഡുകൾ കരസ്ഥമാക്കിയ ഫെമിനിറ്റി ഫാത്തിമ എന്ന ചിത്രമായിരുന്നു ഇവിടെ ഉദ്ഘാടന ചിത്രമായിട്ട് പ്രദർശിപ്പിച്ചത്. തുടർന്നുള്ള ഓരോ ദിവസങ്ങളിലും വിവിധങ്ങളായ പരിപാടികൾ വിവിധ സെക്ഷനുകളിൽ വിവിധ മലയാള സിനിമയുടെ സംവിധായകരും അതിനകത്തുള്ള മറ്റുള്ള കലാകാരന്മാരും ഒക്കെ പങ്കെടുത്തുകൊണ്ട് വിജയകരമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. മൂവാറ്റുപുഴ ഫിലിം സൊസൈറ്റിയുടെ 15ാമത് രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിൻ്റെ അവസാന ദിനമായ നാളെ മാർച്ച് 5-ാം തീയതി ബുധനാഴ്ച രാവിലെ 9 മണിക്ക് ഇക്കഴിഞ്ഞ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ തിരുവനന്തപുരം അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ പ്രദർശിപ്പിച്ച ഹിന്ദി ചിത്രമായ ബോഡി പ്രദർശിപ്പിക്കുന്നതാണ്. തുടർന്ന് തടവ് എന്ന ഒരു ചിത്രം, മലയാള ചിത്രം, ഫാസിൽ റസാഖ് സംവിധാനം ചെയ്ത വളരെ ശ്രദ്ധയാകർഷിച്ച, സമൂഹത്തിൽ വളരെ ചർച്ചയായ ഒരു ചിത്രമാണ്. 2023 തിരുവനന്തപുരം അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ആ ചിത്രം പ്രദർശിപ്പിക്കുകയുണ്ടായി. അവിടെ മികച്ച അംഗീകാരം ആ ചിത്രം നേടിയെടുക്കുകയും ചെയ്തു. ആ ചിത്രത്തിൻ്റെ സംവിധായകരും അണിയറ പ്രവർത്തകരും നാളത്തെ ഈ 12 മണിക്ക് നടക്കുന്ന തടവിൻ്റെ സ്ക്രീനിങ്ങിനോടൊപ്പം ഇവിടെ പ്രേക്ഷകരുമായി സംവദിക്കാൻ എത്തിച്ചേരുന്നതാണ്. തുടർന്ന് 2 മണിക്ക് KSFDC നിർമ്മിച്ച അരിക് എന്നുള്ള സംസ്ഥാന സർക്കാർ ഫണ്ട് ചെയ്തിട്ടുള്ള ഒരു ചിത്രമാണത്. അരിക് എന്നുള്ള ചിത്രം, ആ ചിത്രത്തിൻ്റെ സംവിധായകൻ ശ്രീ VS സനോജാണ്. ആ ചിത്രം ഇപ്പോൾ തിയേറ്ററുകളിൽ 28-ാം തീയതി റിലീസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ആദ്യ പ്രദർശനങ്ങളിലൊന്ന് ഈ മൂവാറ്റുപുഴയിലാണ് നടക്കുന്നത്. അരികിൻ്റെ അണിയറ പ്രവർത്തകരായിട്ടുള്ള സംവിധായകൻ ശ്രീ VS സനോജ്, അതുപോലെ തന്നെ എൻ്റെ ഛായാഗ്രാഹകൻ പാമ്പാക്കുളം സ്വദേശി ശ്രീ മനീഷ് മാധവൻ, അതോടൊപ്പം തന്നെ ആ ചിത്രത്തിലെ പ്രധാന വേഷം ചെയ്തിട്ടുള്ള ചലച്ചിത്ര നടൻ ശ്രീ ഇർഷാദ് അലി എന്നിവരും സ്ക്രീനിങ്ങിനോടൊപ്പം നടക്കുന്ന ചോദ്യോത്തര വേളയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നതാണ്. ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് UR ബാബു അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ചലച്ചിത്ര ഛായാഗ്രാഹകൻ മനീഷ് മാധവൻ, ചലച്ചിത്ര നടൻ ഇർഷാദ് അലി, കേരള ചലച്ചിത്ര അക്കാദമി എക്സിക്യൂട്ടീവ് അംഗം പ്രകാശ് ശ്രീധർ എന്നിവർ പങ്കെടുക്കും. കേരളത്തിലെ നമ്പർ 1 ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയായ ജേക്കബ് ജ്വൽസ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയിൽ ന്യൂ ഫാഷൻ ട്രെൻഡി ലൈറ്റ് വെയ്റ്റ് ടൂർണമെന്റ്സ് ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കദളിക്കാട് തെക്കുമലയിലെ പൈനാപ്പിൾ തോട്ടത്തിൽ കാട്ടുപൂച്ചകളെ കണ്ടെത്തി. കണ്ണു തുറക്കാത്ത 2 കാട്ടുപൂച്ച കുഞ്ഞുങ്ങളെയാണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ആവർത്തന കൃഷിക്കായി നിലവിലുള്ള പൈനാപ്പിൾ തോട്ടം കാനിപ്പറിച്ച് നീക്കം ചെയ്യുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളാണ് കണ്ണു തുറക്കാത്ത നിലയിലുള്ള കുഞ്ഞുങ്ങളെ കണ്ടത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പൈനാപ്പിൾ ചെടി പറിച്ച് നീക്കം ചെയ്യുന്നുണ്ടായിരുന്നു. നിരന്തരം മനുഷ്യ സാമീപ്യം അറിഞ്ഞ് തള്ളപ്പൂച്ച ഉപേക്ഷിച്ചതാവാമെന്ന് കരുതുന്നു. വിവരമറിയിച്ചതനുസരിച്ച് അടക്കുളത്തു നിന്നുള്ള വനപാലകരെത്തി ഇവയെ ഏറ്റെടുത്തു. സുന്നി യുവജന ഫെഡറേഷൻ മേഖലാ സഭ സംഘടിപ്പിച്ചു. അബൂബക്കർ വഹബി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് പെരുമറ്റം അലി വഹബി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. മേക്കടമ്പ് വരികിൽ VM വിജയൻ 69 നിര്യാതനായി. സംസ്കാരം നടത്തി. മേക്കടമ്പ് കൊച്ചുകുടിയിൽ കമലുവാണ് ഭാര്യ. മകൻ ദീപക്, മരുമകൾ ഐശ്വര്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.